ബിഗ് ബോസ് സീസൺ 6ൻ്റെ ലൈവിലേക്ക് പോകുന്ന സമയത്ത് മുൻപത്തെ വീഡിയോയുടെ കമൻറ്റിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം. ജാസ്മിൻ ഗബ്രി അവരുടെ ഗെയിമിനെ എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പ്രശ്നകരമായിട്ട് നോക്കിക്കാണുന്നത്? അത് അവരുടെ ഗെയിം മോശമായതുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഗെയിം ഇഷ്ടമില്ലാത്തതുകൊണ്ടോ അല്ല, അവരിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്ന സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സാധനം റിപ്പീറ്റ് അടിച്ച് കാണേണ്ടി വരുമല്ലോ എന്നോർത്തിട്ടാണ്. അല്ലാതെ അവർ ഗെയിം കളിക്കുന്നതിനകത്ത് നമുക്ക് എന്താണ് പ്രശ്നം? അവരുടെ ഒരു ഗെയിം പാറ്റേൺ ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് നമുക്ക് റിപ്പീറ്റേഷൻ ഫീൽ ചെയ്യുന്നതാണ്. അവർ അങ്ങോട്ട് പവറായിട്ട് വന്ന് ഗെയിം കളിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് കളിക്കുന്നത്? എല്ലാ പ്രശ്നം എടുത്തിട്ടിട്ട് ചുമ്മാ ഓവറായിട്ട് സംസാരിക്കും. ഗബ്രിയുടെയൊക്കെ ഒരു സംസാരം നമുക്കറിയാമല്ലോ, അതേപോലെ ജാസ്മിൻ്റെയൊക്കെ ഒരു രീതി അറിയാമല്ലോ. ഒട്ടും റെസ്പെക്റ്റ് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു പോയിന്റ് പറയാനല്ല അവർ ശ്രമിക്കുന്നത്, അവർ വായടപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അത് മാത്രമായി പോകുമ്പോഴുള്ള പ്രേക്ഷകരുടെ വിരസതയെക്കുറിച്ചിട്ടാണ് സൂചിപ്പിച്ചത്. അല്ലാതെ അവരുടെ ഗെയിം ഡൗൺ ആവണമെന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗെയിമേഴ്സിൻ്റെ ഗെയിം ഡൗൺ ആവണമെന്ന് നമ്മൾ വിചാരിക്കില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പം ഇന്നലെ പറഞ്ഞതുപോലെ സിബിൻ പ്രൊവോക്ഡായി, അതേപോലെ തന്നെ സിബിൻ ഡൗൺ ആവാൻ സാധ്യതയുണ്ട്. അത് ആയി. സിബിന് ഒരു പേടി കുടുങ്ങിയിട്ടുണ്ട്. ആ ഒരു പേടിക്കകത്ത് കുറച്ച് ന്യായമുണ്ട്, പക്ഷെ അത്രത്തോളം കടന്ന് സിബിൻ്റെ എതിരാളികൾ ചിന്തിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നലെ ജാസ്മിൻ ആൻഡ് ഗബ്രി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ 12 ആളുകൾ അല്ലെങ്കിൽ ഒരു വലിയ കൂട്ടം ആളുകൾ ഒരു രാജാവിനെ ഫോളോ ചെയ്യുന്നു. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേൾക്കുന്ന സമയത്ത് ഫോളോ ചെയ്യുന്നു എന്ന് ആരോപിക്കപ്പെട്ട ആളുകൾക്കിടയിൽ ഒരു ഈഗോ വർക്കാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഈഗോ വർക്കായി കഴിഞ്ഞാൽ തങ്ങളെ അത് മോശമായി ബാധിക്കും എന്ന് സിബിൻ സായിയോട് പറയുന്നു. അപ്പം സായി സിബിനും കൂടെ ഇരുന്നിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സിബിൻ ചെറുതായിട്ട് ഒന്ന് പേടിച്ചത് കൊണ്ടാണ് ഇന്ന് വേറൊരു പ്ലാൻ ഇടുന്നത്. ഇന്ന് സിബിൻ പറയുന്നു, ഞാനൊരു സൈലൻറ്റ് മോഡിലേക്ക് പോവുകയാണ്, ഞാൻ ആക്റ്റീവായിട്ട് ഗെയിമിലേക്ക് ഇറങ്ങുന്നില്ല, ഞാൻ അധികം ഒന്നും മിണ്ടാനായിട്ട് ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കോ ടാസ്ക് ശരണീനെ ഏൽപ്പിക്കുകയാണ്. ശരിക്കും കോ ടാസ്ക് സിബിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് വേറെ ലെവലിലേക്ക് പോയേനെ. ലെവലെന്ന് പറയുന്നത് അത് സിബിൻ ജാസ്മിൻ തമ്മിലുള്ള ഒരു പോരാട്ടത്തിൽ കലാശിച്ചേനെ. ഇപ്പോൾ ശരണി വന്ന സമയത്ത് ഇതൊരു കഞ്ഞി പരിപാടിയായിപ്പോയി, ഭയങ്കര കഞ്ഞി പരിപാടിയായിപ്പോയി. ഒരു കോർട്ട് ടാസ്കിൽ എന്താണ് ബേസിക്കലി വേണ്ടത് അവിടെ ഒരു നിഷ്പക്ഷനായിട്ടുള്ള ജഡ്ജാണ്. അപ്പോൾ ഈ ഒരു കോർട്ട് പരിപാടിക്കകത്ത് ജഡ്ജ് ഉണ്ടായിരുന്നില്ല. ഈ ഒരു കോർട്ട് ഒരു ആൾക്കൂട്ട വിചാരണ പരിപാടി തന്നെയായിരുന്നു. അതിൻ്റെ ഏറ്റവും വേസ്റ്റായിട്ടുള്ള ഒരു സെൻസിലല്ല ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ അഭിപ്രായം നോക്കിയിട്ട് കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന ഏറ്റവും മോശമായിട്ടുള്ള ഒരു കോർട്ട് സങ്കല്പമാണ് ഇവരുടെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതൊരു ഒരു ഫെയർ ആയിട്ടുള്ള ഒരു കോർട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്? ഇപ്പം ഏറ്റവും കൂടുതൽ ഫാൻ സപ്പോർട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിച്ച് വെച്ചിരിക്കുന്ന ഒരാളെ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കപ്പെടുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു കോർട്ട് പ്രൊസീജിയർ. അതിൻ്റെ ഫൈനൽ ജഡ്ജ്മെൻറ്റിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് വേറൊരു സംഗതിയുണ്ട്. ഇപ്പം നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ ഈ ജാസ്മിൻ ആൻഡ് ഗബ്രിയുടെ ഗെയിമിലെ ആ ഒരു ചെലപ്പ്, അത് തന്നെയാണ് ശരിക്കും സിബിന് പ്രശ്നം. സിബിൻ ഇന്ന് പലതവണ ആവർത്തിക്കുകയുണ്ടായി, എനിക്ക് ആ ചെറുക്കൻ പ്രശ്നമില്ല, അവൾ ഭയങ്കര പ്രശ്നമാണ്, അവൾ ഭയങ്കര ചെലപ്പാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത്രയധികം ആളുകൾ തനിക്കെതിരെ കളിക്കുന്നുണ്ട് എന്നുള്ള തോന്നലിൽ ജാസ്മിൻ ഭയങ്കരമായിട്ട് അതിൽ അലേർട്ടായിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അത് ചിലപ്പാണ്. അപ്പം അത് ഇനിയിപ്പോൾ കുറയ്ക്കാൻ പറ്റില്ല, കാരണം അവർ ട്രിഗേർഡായി കളി തന്നെയായിരിക്കും അവിടെ പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇവർ തിരിച്ച് പ്രൊവോക്ഡ് ആവാതെ വേറെ ആർക്കെങ്കിലും എതിരെ കളി തിരിക്കണം. പക്ഷെ അത് പറ്റില്ല. അത് പറ്റാത്ത ഒരു ലോക്ക് സിറ്റുവേഷനിലാണ് അവിടെ നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ നോറയുടെ ചില കരച്ചിലും പരിപാടിയൊക്കെ ഉണ്ട്. നോറ ചോദിക്കുന്നത് ന്യായമാണ്, പക്ഷേ നോറ ചോദിക്കുന്നത് ന്യായമാണോ എന്നുള്ള ഒരു ചോദ്യം വീണ്ടും ഒരു കോട്ടാസ്ക് വെച്ചിട്ട് ഉന്നയിക്കേണ്ടി വരും. നോറ പറയുന്നു, തൻ്റെ ഒരു ഇഷ്യൂ വന്ന സമയത്ത് കോടതിയുമില്ല, അഭിഭാഷകരുമില്ല, ആൾക്കൂട്ടവുമില്ല, തന്നെ ആർക്കും വേണ്ട, തൻ്റെ പ്രശ്നങ്ങൾ ഇവിടെ ഒരു പ്രശ്നമല്ല എന്നും പറഞ്ഞ് നോറ ആകെ വിഷാദത്തിൽ കരഞ്ഞ് ഇരിക്കുകയാണ്. നോറയുടെ പ്രശ്നം എന്ന് പറയുന്നത് നോറയുടെ ഗെയിം മാറ്റേണ്ട സിറ്റുവേഷനാണ്, പക്ഷെ അത് മാറ്റുന്നില്ല, സ്ഥിരം ഗെയിമാണ്. അങ്ങനെ നോറ ആകെ വിഷാദത്തിൽ കരഞ്ഞങ്ങോട്ട് ഉറങ്ങിപ്പോയി, പട്ടി കുറച്ച് കുറേ പോയിന്റ് പോയി. അപ്പോൾ പിന്നെ നോറെ ശിക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടിയിലേക്ക് അവർ പോവുകയായിരുന്നു. പിന്നെ കോട്ടാസ്ക് ആയതുകൊണ്ട് പിന്നെ അതിലേക്ക് അങ്ങനെ കടന്നില്ല. അപ്പം നോറ ഇരിക്കുന്ന നെക്സ്റ്റ് റൂം പൂട്ടുക, ബ്ലൈൻഡ്സ് ഇടുക എന്ന് അവർ പവർ വെച്ചിട്ട് ആജ്ഞാപിക്കുന്നുണ്ട്. ബിഗ് ബോസ് അത് അനുസരിച്ചോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോഴത്തേന് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് വന്നു. അപ്പോൾ അങ്ങനെ റൂം പൂട്ടുന്ന കലാപരിപാടികളാണ്. ഇനി അതിൻ്റെ ഫണ്ടൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ കോടതി നടപടികൾ തുടങ്ങുകയാണ്. കോടതി നടപടി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, മിനിമം നിയമ അവബോധമില്ലാത്ത ഓരോ അപ്രോച്ചുകൾ. അപ്പം പ്രശ്നം എന്താണ്? ജിൻഡോ കാലവാരി നിലത്തടിക്കും എന്ന് പറഞ്ഞു. അത് ക്യാപ്റ്റൻ ആയതിനു ശേഷമാണോ അതിന് മുൻപാണോ എന്നുള്ളതാണ് അവിടെ കോൺഫ്ലിക്റ്റ്. അപ്പം ജാസ്മിൻ പറയുന്നു അത് ഒരു ഭീഷണിയാണ്. പല ആളുകളും പറയുന്നത് ഒരു ഭീഷണിയല്ല, സംസാരത്തിൽ വരുന്ന ചില കാര്യങ്ങളാണ്. അതിനിടയ്ക്ക് ജിൻഡോ പറയുന്നുണ്ട്, റസ്മിൻ വന്ന് തന്നോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു ജാസ്മിനോട് 2 ദിവസം ഒന്ന് മര്യാദയ്ക്ക് പെരുമാറണം.
അങ്ങനെ മര്യാദയ്ക്ക് പെരുമാറണമെന്ന് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ്, അല്ല എന്നുണ്ടെങ്കിൽ നിലത്തടിച്ചേനെ എന്നുള്ള ഒരു രീതിയിലേക്കൊക്കെയാണ് പറയുന്നത്. അങ്ങനെ നിലത്തൊന്നും അടിക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല, താൻ സൂപ്പർമാൻ അല്ല എന്ന് ജിൻഡോ വാദിക്കുന്നു. ഭയങ്കര ലോ ലെവലിലേക്ക് പോയ വാദപ്രതിവാദങ്ങളൊക്കെയാണ്. ജാസ്മിൻ വീണ്ടും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം സ്കിപ്പ് ചെയ്യാം, കാരണം അതിനകത്തൊരു സംഭവമില്ല. ആരൊക്കെ ജിൻഡോയെയും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് നോക്കാം. പലതരത്തിൽ ജാസ്മിൻ ഇങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങിയപ്പോഴത്തേന് അൻസിബ കയറി ഇടപെടുന്നുണ്ട്. ഞങ്ങൾ ഇതൊന്നും കേൾക്കാൻ വേണ്ടി വന്നതല്ല, ഈ ഒരു കേസ് മാത്രം കേൾക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം അൻസിബ ആൻഡ് ശ്രീരേഖ ജിൻഡോനെ സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പം ശ്രീരേഖയുടെ ഇഷ്യൂ മറ്റേ ജാസ്മിൻ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ ആ ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു പദത്തെക്കുറിച്ചിട്ടൊക്കെ ഉള്ളതാണ്. അൻസിബ ജിൻഡോയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അബി ജാസ്മിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം അങ്ങനെ ഒരു പരാമർശം തെറ്റായിപ്പോയി. അഭിഷേക് ശ്രീകുമാർ ജിൻഡോയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ പലരും പറയാറുണ്ട്. അതൊരു ഭീഷണിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറയുന്നു. അതൊരു കോമൺ സെൻസിലുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ്. റസ്മിൻ ജാസ്മിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം അതൊരു ഭീഷണിയാണ്, അത് ക്യാപ്റ്റൻ്റെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ല. അർജുൻ ജാസ്മിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഗബ്രി ജാസ്മിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. സായി ഇപ്പം അടിച്ചേനെ എന്നുള്ളതാണ് പറഞ്ഞത്, അടിച്ചില്ലല്ലോ, അപ്പോൾ അത് ഒരു ഭീഷണിയല്ല എന്ന് പറഞ്ഞ് ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്സര ജാസ്മിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എന്ത് പറഞ്ഞാലും അത് തെറ്റൊക്കെ തന്നെയാണ്. ജാൻമണി ജിൻഡോയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പൂജ ജാസ്മിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പൂജ എല്ലാ കാര്യത്തിലും ഇങ്ങനെ കണിഷം റൈറ്റ് പിടിക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഗെയിമാണ്. ഗെയിമിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ ആവാം. ഈ ഒരു കേസ് ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്. ഋഷി ജിൻഡോനെ സപ്പോർട്ട് ചെയ്യുകയാണ്. സിബിൻ ജിൻഡോനെ സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പം ശ്രീതു ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. നന്ദന പലരും പലതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല എന്ന് പറഞ്ഞ് ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഇതിനുശേഷം ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള ജിൻഡോനെ കോടതി കുറ്റവിമുക്തനാക്കുകയാണ്. ഓക്കെ, കുറ്റവിമുക്തനാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് പറച്ചിലും പരിപാടിയൊന്നുമില്ല. കോടതിക്ക് കുറ്റം കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, പെട്ടെന്ന് കുറ്റം കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ ഇങ്ങനെ വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എന്നിട്ട് ഈ കുറ്റവിമുക്തനാക്കി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിബിനൊക്കെ കൂടുതൽ മിടുക്കൻ ചമയാൻ വേണ്ടി പറയുകയാണ്. എന്നാലും ജിൻഡോ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല. അതുകൊണ്ട് ജിൻഡോയ്ക്ക് ഞങ്ങൾ ശക്തമായിട്ടുള്ള താക്കീത് നൽകുകയാണ്. അപ്പോൾ കോടതിക്കറിയാം ജിൻഡോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ പിന്നെ ആ ഒരു താക്കീത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവസാനം വീണ്ടും സിബിൻ ആവർത്തിക്കുകയാണ്, പൂർണ്ണമായിട്ടും കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. ഇനി ആരെങ്കിലും അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ പവർ ടീം ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കും. ഒരു മിനിമം കോർട്ട് പ്രൊസീജിയർ പോലും മെയിൻറ്റെയിൻ ചെയ്യാത്ത ഒരു തട്ടിക്കൂട്ട് പരിപാടി. പക്ഷേ അത് കുളമായി. ജാസ്മിന് സ്പേസ് കിട്ടിയില്ല, ജിൻഡോയ്ക്ക് സ്പേസ് കിട്ടിയില്ല, പവർ ടീമിന് പവർ തെളിയിക്കാൻ പറ്റിയുമില്ല. അങ്ങനെയായിരുന്നു ഈ ഒരു കോടതി നടപടികൾ അവസാനിച്ചത്. ഇതിനുശേഷം അവിടെ ഇരുന്ന ആളുകൾക്ക് അഭിപ്രായം പറയാനായിട്ടുള്ള അവസരം ഉണ്ടായിരുന്നു. റസ്മിൻ പറഞ്ഞു പവർ ടീമിൻ്റെ ക്യാപ്റ്റൻ എന്നുള്ളതാണ് ജിൻഡോ പറഞ്ഞത്. പവർ ടീമിൻ്റെ ക്യാപ്റ്റൻ അല്ല ശരിക്കും ജിൻഡോ, ഞങ്ങളുടെ എല്ലാവരുടെയും ക്യാപ്റ്റനാണ്. അപ്പോൾ ഇന്നലെ ഗബ്രി അങ്ങനെ സംസാരിച്ച സമയത്ത് നീ വോട്ട് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ പവർ ടീം പറയുന്നത് കേൾക്കൂ എന്ന് ജിൻഡോ പറഞ്ഞു. അത് തെറ്റാണ്. അത് ശരിക്കും പറഞ്ഞാൽ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു പദവിക്ക് യോജിക്കാത്ത ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിപ്പോയി. അപ്പോൾ അത് റസ്മിൻ പറയുന്നുണ്ട്. ജിൻഡോയുടെ ഭാഗം പറയുകയാണ്, റസ്മിനും ജാസ്മിനും കൂടെ തന്നെ കരിവാരി തേക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, തൻ്റെ ക്യാപ്റ്റൻസ് തകർക്കാൻ വേണ്ടിയാണ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണല്ലോ. അപ്പോൾ ജിൻഡോ അത് സമ്മതിക്കേണ്ടതായിരുന്നു. ഇങ്ങനെയൊക്കെ ആ ഒരു ചർച്ച അവിടെ കംപ്ലീറ്റ് ആയി. വെറുതെ ടൈം വേസ്റ്റായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പം മുറി കൂട്ടാൻ വേണ്ടിയുള്ള ഓർഡർ ഇട്ടിട്ടുണ്ട്. ബിഗ് ബോസ് പൂട്ടോ എന്നുള്ളതറിയാം. നോറയൊക്കെ ഒറ്റയ്ക്കിട്ട് മുറി കൂട്ടിക്കഴിഞ്ഞാൽ, നോറ കിടക്കുന്ന റൂമല്ലേ പൂട്ടണമെന്ന് പറഞ്ഞു, നെക്സ്റ്റ് പൂട്ടണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണി പാളാനായിട്ടുള്ള സാധ്യത ഉണ്ട്. നോറയ്ക്കൊരു കണ്ടൻറ്റായി. ഏതായാലും ലൈവ് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.